എൻ്റെ സാഹചര്യത്തിലായിരിക്കില്ല പലരും, എൻ്റെ മാനസിക ചിന്തയിൽ കൂടെ അല്ല ആയിരിക്കില്ല പലരും പോവുക. ഞാൻ അങ്ങനെ മനസ്സിൽ കണ്ടിട്ടില്ലെങ്കിലും പുറത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ. എപ്പോഴും എനിക്ക് ആ കിട്ടേണ്ട സാധനം കിട്ടി. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കത് കൊള്ളുമെന്ന് തോന്നുന്നുണ്ടോ? മോനെ നീ ഇത് കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. എന്നിലൂടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മള് വന്നപ്പോഴേ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ സംഭവം ആവണോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരെയും ഹർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചില സമയങ്ങളിൽ എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ അലാട്ടനോട് പറയുകയും ചെയ്തായിരുന്നു, അത്രേ ഉള്ളൂ. ഞാനപ്പം ആലോചിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജീവിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ ആ സമയത്തൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത്. ഞാൻ ഇത്ര നാൾ ടി വിയിൽ കണ്ട ആൾ എന്നെ കൈ പിടിച്ചുകൊണ്ട് പോണു. ഞാൻ ലാലേട്ടൻ്റെ ലാലേട്ടനോട് പറഞ്ഞു പെർഫ്യൂം കൊള്ളാം എന്നിട്ട് പറഞ്ഞ് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണെന്ന് പറഞ്ഞു. കാര്യം നമ്മൾ അറിയാതെ ഫേസ് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചതാണ് ഞാൻ ഇങ്ങനെ ഇരുന്നത്. ഇനി ഈ മൊമെന്റ് കിട്ടുമോ, ഇനി ഞാൻ ചിലപ്പം കാണാൻ അവസരം ഉണ്ടാവും, ഇതൊക്കെ ആലോചിച്ചിട്ട് അവിടെ ഇരുന്നു. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കേ അറിയുള്ളൂ സംഭവം. എനിക്ക് ഇവിടുന്ന് വന്നതുകൊണ്ട് ഞാൻ അത്ര നാളാ വീട്ടിലായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ്, ഇവർ ചിരിക്കുകയാണോ കാര്യം, അത് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. ഞാൻ അപ്പോഴും ഇവിടെ നടന്ന കാര്യങ്ങൾ, ലാലേട്ട അടുത്ത് നിൽക്കുന്നു, അവർ ദിൽഷ അവിടെ നിൽക്കുന്നു, ഇപ്പൊ ഒരു വോട്ടിംഗ് നടക്കും, ഇതൊക്കെ മാത്രമേ എൻ്റെ ചിന്തയിലുള്ളൂ. ബാക്കിയൊന്നിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്കേ അറിയുള്ളൂ. പ്രേക്ഷകരാണ് കാണുന്നത്, എനിക്കറിയില്ല. ഞാൻ ഇനി എല്ലാ വീഡിയോ ഇരുന്ന് കണ്ടിട്ടും പിന്നെ പുറത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും അത് ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷെ ചില വിവാദങ്ങൾ ആ സമയത്ത്, അതായത് ബ്ലെസ്ലിയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഇതൊക്കെ പുറത്ത് വന്നിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, സത്യം പറഞ്ഞാൽ എപ്പോഴും എനിക്ക് ആ കിട്ടേണ്ട സാധനം കിട്ടി. ഞാൻ 100 ദിവസം അവിടെ നിന്ന് എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോയത്. എനിക്ക് അതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 100 ദിവസം കഴിഞ്ഞ് ഞാൻ അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ അതിനെ അനലൈസ് ചെയ്യാൻ പോയില്ല. സത്യം പറഞ്ഞാൽ അതിൽ പോസിറ്റീവായിട്ടുള്ള സാധനം എന്തോ അതെടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം അഭിമാനത്തോടാണ് മകൻ ഈ വീട്ടിൽ തിരിച്ചു വന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പോൾ വാപ്പച്ചി അതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ വിശ്വസിക്കുന്ന ഫാദർ എൻ്റെ കൂടെ ഉണ്ടെന്നാണ്. എന്നിലൂടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ചില സമയത്ത് ഞാൻ അതിൽ നിന്ന് വിട്ടുപോയാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരു എനിക്കൊരു പിണക്കം പോലെ ഒരു ഫീല് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഇപ്പം ആക്ച്വലി പ്രൗഡാണെന്നാണ് തോന്നുന്നത്. പ്രൗഡായിരിക്കും. പുറത്തിറങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത് ക്രൂ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം കൺഗ്രാജുലേറ്റ് ചെയ്ത്, സെക്കൻഡ് ആയാലും കൺഗ്രാജുലേറ്റ് ചെയ്തു. അവർ പറഞ്ഞ എനിക്ക് ഉപദേശം തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോനെ നീ ഇത് കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു, പിന്നെ ഇതിനെക്കുറിച്ച് നീ ഗെയിം ഇവിടെ കഴിഞ്ഞു, ഇതിനെക്കുറിച്ച് നീ വേവലാതിപ്പെടേണ്ട. ഞാൻ വന്ന കാര്യം എനിക്ക് കിട്ടി. ലാലേട്ടനെ കാണാൻ പറ്റി, കമൽഹാസൻ സാറിനെ കാണാൻ പറ്റി, പിന്നെന്തൊക്കെ ചെയ്യാൻ പറ്റി, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് പിന്നെ ഈ 100 ദിവസത്തെ എപ്പിസോഡാണ് എൻ്റെ സമ്പാദ്യം. പിന്നെ കുറച്ച് ഈ പ്രേക്ഷകർ എനിക്ക് കുറേ സ്നേഹം താനാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്താൽ പോരെ ഞാൻ. ഓക്കെ. ഇപ്പോൾ ഈ റോബിൻ്റെ അത്തരത്തിലൊരു സമീപനം ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചോ? കാരണം വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ തലമണ്ട അടിച്ച് പൊട്ടിച്ചാനെ, അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്റെ അവിടുത്തെ ഇരുത്തെ കണ്ടിട്ടും അല്ലെങ്കിൽ എന്റെ പേഷ്യൻസ് അങ്ങനെ പറയുന്നതല്ലേ, ഞാൻ ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് പ്രൊവോക്ക് ആവില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കത് കൊള്ളുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ആ ഒരു സെൻസിലും ആ രീതിയിൽ എടുക്കുന്നുള്ളൂ, സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. കാരണം ഒരിക്കലും ബ്ലെസ്ലി ആ ഒരു തരത്തിൽ ആ കുട്ടിയോട് ഒരിക്കലും പെരുമാറിയിട്ടില്ല. ആ ഒരു വേറൊരു അർത്ഥത്തിൽ അത് എടുത്ത് മാറ്റി ചില വീഡിയോസ് ഒക്കെ ഷോർട്ട് ടൈം ഫാസ്റ്റ് ഫോർവേഡ് ഒക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അല്ലാതെ ഞാൻ അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കാരണം ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ വട്ടത്തെ 24/7 ആയിരുന്നല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായിരിക്കും അതിൽ അഭിപ്രായം പറയുന്നതായിരിക്കും ശരി. ഞാൻ ഇതുവരെ കാണാത്ത ഒരാളെ ഞാൻ എങ്ങനെയാണ് അതിൽ അഭിപ്രായം പറയാൻ ശരിയല്ലല്ലോ. അതായത് ഡീഗ്രേഡിങ് അതിശക്തമായി ബ്ലെസ്ലിക്കെതിരെ തിരിക്കുകയായിരുന്നു ഒരു വിഭാഗം ആളുകൾ. എനിക്കറിയില്ല അതെന്ത് സംഭവം. അങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചിട്ടുള്ളത്. ഞാനത് നോക്കിയിട്ട് പറയാം എന്താ സംഭവം എന്ന്. ആ ഒരു സമയത്ത് ടൈം ലൈനിൽ വന്ന പോസ്റ്റുകളൊക്കെ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റും, അല്ലാതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലില്ല. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കും പോയി, അത് അവരുടെ കണക്ഷൻ അത് പോയി. അപ്പം ഇനി അവരുമായിട്ട് സംസാരിച്ച് പതുക്കെ എടുക്കാം. ആദ്യം ഫാമിലിയായിട്ട് ബന്ധം ആക്കുക, അവരാ മിസ് ചെയ്തതിൻ്റെയൊക്കെ ആ ഒരു സന്തോഷമൊക്കെ കാണിക്കുക, അവരെയൊക്കെ ആശ്വസിപ്പിക്കുക, അവർക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ ആക്കുക. അതാണ് ഇപ്പോഴത്തെ മെയിൻ ഒരു ഇതായിട്ട് പോണം. ഞാൻ കാരണം ഒരു തെറ്റായ മെസ്സേജ്. അപ്പം ഞാൻ വളർന്ന സാഹചര്യത്തിലായിരിക്കില്ല എല്ലാവരും വളരാൻ. ഞാനൊരു ഒരു കാര്യം ചെയ്യുമ്പം അത് 5000 പേര് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പം എൻ്റെ സാഹചര്യത്തിലായിരിക്കില്ല പലരും, എൻ്റെ മാനസിക ചിന്തയിൽ കൂടെ അല്ല ആയിരിക്കില്ല പലരും പോവുക. അതിനകത്ത് കുറച്ച് പേര് അത് തെറ്റായിട്ട് എടുക്കാനുള്ള സാഹചര്യം, ചിലരങ്ങനെ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം എന്ന് ഒരു സാധ്യത അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോ
ഞാൻ അങ്ങനെ മനസ്സിൽ കണ്ടിട്ടില്ലെങ്കിലും പുറത്തത് തെറ്റിദ്ധരിക്കപ്പെട്ടല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ആളെ വിഷമിക്കാനുണ്ടായ സാധ്യത. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തതും അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നിയതും. കാരണം എന്നെ പോലെ ആയിരിക്കില്ല പലരും എന്ന് എനിക്ക് തോന്നി. അത് തെറ്റിദ്ധരിക്കപ്പെട്ടാലും വിഷമം തോന്നി.